ഹലോ, ഹായ്, നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു മൈ ചാനൽ. ഞാനിങ്ങനെ പൊതുവേ ഒപ്പീനിയൻ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ പൊതുവേ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഇടാറുള്ളതല്ല. പക്ഷേ ഇന്ന് എനിക്ക് തോന്നി, ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വിവിധ തരത്തിലുള്ള പ്രക്ഷോഭങ്ങളെ പറ്റിയിട്ടും വിവിധ തരത്തിലുള്ളതായിട്ടുള്ള ഇഷ്യൂസിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് സംസാരിക്കാം എന്ന് വിചാരിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്തരത്തിലുള്ളതായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് എൻ്റേതായിട്ടുള്ള എന്താണ്, എൻ്റെ മാത്രം ഒപ്പീനിയനാണ്, എൻ്റെ കാഴ്ചപ്പാടിന് ഞാൻ എങ്ങനെയാണ് ഇന്ത്യയെ വിശകലനം ചെയ്യുന്നത് എന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാര്യം മറ്റൊന്നുമല്ല, ഇപ്പം ഞാൻ പല സോഷ്യൽ മീഡിയയിലെ പല യൂട്യൂബ് ചാനലിലെ വീഡിയോസ് നോക്കുമ്പോഴും നമുക്കറിയാം, ഇപ്പം കുറേ നാളുകൊണ്ട് നമ്മളുടേതായിട്ടുള്ള ജെൻസി, നമ്മുടെ കുട്ടികൾ ഡൽഹിയിലും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും അവരുടെ വിദ്യാഭ്യാസം നീറ്റ് സംബന്ധമായിട്ടുള്ള ഈ ഒരു ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് പ്രൊട്ടസ്റ്റ് നടത്തുകയും വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുകയും ചെയ്തതായിട്ടുള്ള കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അതിൽ നമ്മൾ കുറേ വീഡിയോസ് ഞാനിപ്പം കാണുകയുണ്ടായി. ആ വീഡിയോസിലെല്ലാം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജ്യത്തിനെതിരെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ രാജ്യത്തിനെതിരെ മുറവിളി കൂട്ടുന്നത് ഇതെല്ലാം രാജ്യദ്രോഹമാണ്, ഇതെല്ലാം രാജ്യത്തിന് എഗൻസ്റ്റാണ്, നമ്മളെല്ലാം രാജ്യദ്രോഹികളാണ് എന്നാണ് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഒരു രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രാജ്യത്തിലെ പരമാധികാരം എന്ന് പറയുന്നതായിട്ടുള്ള ആ ഒരു സംവിധാനം അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് നിക്ഷിപ്തമായിരിക്കുന്നത് ആരിലാണ്? അത് തീർച്ചയായിട്ടും ജനങ്ങളിലാണ്. ഈ രാജ്യത്തിൻ്റേതായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ഒരു രാജ്യത്തിൻ്റെ ധർമ്മമാണ് തീർച്ചയായിട്ടും അവിടെ അധിവസിക്കുന്നതായിട്ടുള്ള ജനതയുടെ, അത് ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ബാക്ക്ഗ്രൗണ്ട്, ഏത് തരത്തിലുള്ളതായിട്ട്, ഇപ്പം ജോഗ്രഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആയാലും ശരി, ജാതീയപരമായിട്ടായാലും ശരി, ലാംഗ്വേജ് പരമായിട്ടായാലും ശരി, കൾച്ചർ ബേസ് ആയാലും ശരി, ഏത് തരത്തിലുള്ളതായിട്ടുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ടിന് അതീതമായിട്ട് എല്ലാവർക്കും തുല്യമായിട്ടുള്ള നീതിയും തുല്യമായിട്ടുള്ള വെൽഫെയർ സ്കീംസ് ആയാലും ശരി, ക്ഷേമമായാലും ഉറപ്പുവരുത്തേണ്ട അല്ലെങ്കിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ട, അതല്ലെങ്കിൽ സമാധാനം ഉറപ്പുവരുത്തേണ്ടത് ആരുടെ കടമയാണെന്നാണ് പറയുന്നത്, ആരുടെ ഉത്തരവാദിത്തമാണെന്നാണ് പറയുന്നത്? അത് രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്നാണ് നമുക്ക് പൊതുവെ പറയപ്പെടുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മളുടെ ഒരു കണ്ടംപററി പൊളിറ്റിക്സ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് കണ്ടംപററി പൊളിറ്റിക്സ് മാത്രമല്ല, ലോകത്തിൻ്റെ തന്നെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ളതായിട്ടുള്ള രാജ്യത്തിൻ്റെ നമുക്ക് ഒരു ഐഡിയലിസ്റ്റ് വേയിൽ നമുക്ക് പറയാൻ സാധിക്കും, രാജ്യം തീർച്ചയായിട്ടും സുരക്ഷിതത്വം ജനങ്ങളുടെ ഉറപ്പ് വരുത്തുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലോകത്തിൻ്റെ അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങളുടേതായിട്ടുള്ള ചരിത്രത്തിൽ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇന്നായാലും കണ്ടുകൊണ്ടിരിക്കുന്നത്, എവിടെയാണോ നമ്മൾ രാജ്യത്തിന് എഗൻസ്റ്റായിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളുടെ രാജ്യത്തിന് എഗൻസ്റ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മളുടേതായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടുന്നു, അവിടെ അടിച്ചമർത്താനായിട്ടുള്ള ഒരു പ്രേരണ രാജ്യം ഭരിക്കുന്നതായിട്ടുള്ള ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആക്ച്വലി അത് നിങ്ങളിപ്പം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഏത് കോൺഫ്ലിക്റ്റുകൾ നിങ്ങൾ പരിശോധിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും ആക്ച്വലി അത്. അപ്പം ഇന്ത്യയിലായാലും പോലും നമ്മളെല്ലാവരും വിശ്വസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് വി ഓൾ ബിലീവ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂഷനിലാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ പ്രിയാമ്പിളിൽ തന്നെ നമുക്ക് പറയുന്നുണ്ട്, ജസ്റ്റിസ്, സെക്യുലറിസം, ഈക്വാളിറ്റി, നമ്മുടെ ഭരണഘടനയുടെ നമ്മുടെ മൗലികപരമായിട്ടുള്ള അവകാശങ്ങളിൽ നമുക്ക് വിദ്യാഭ്യാസം, ഇതെല്ലാം പറയുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത്, ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം ഉറപ്പുവരുത്തുന്നത് രാജ്യത്തിൻ്റെ പ്രാഥമികപരമായിട്ടുള്ളതായിട്ടുള്ള ഒരു ധർമ്മമാണ്. അതിന് വേണ്ടിയിട്ടാണല്ലോ ഇന്ത്യയിലെ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തി നമ്മുടെ ഗവൺമെൻറ്റിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നമ്മളെല്ലാവരും നമ്മളുടെ ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള പൊസിഷൻസ്, ഇപ്പം ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ, അല്ലെങ്കിൽ പ്രസിഡൻറ്റ്, അല്ലെങ്കിൽ ഇവിടെ ആരും പൊസിഷൻസിനെ, അല്ലെങ്കിൽ ഇവിടെ ആരും തന്നെ ഇത്തരത്തിലുള്ളതായിട്ടുള്ള ഭരണഘടനാ സംവിധാനത്തിൽ വിശ്വസിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ നിലവിൽ വന്നിട്ടുള്ളതായിട്ടുള്ള പൊസിഷനെ ഒന്നും ആരും എതിർക്കുന്നില്ല, അത്തരത്തിലുള്ള ആരും ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള പൊസിഷനിൽ ഇരിക്കുന്നതായിട്ടുള്ള ആൾക്കാർ അവരുടെ പ്രാഥമിക ധർമ്മം എന്ന് പറയുന്നതാണ് ഇത്തരത്തിലുള്ളതായിട്ടുള്ള നമ്മളെപ്പോലുള്ളതായിട്ടുള്ള സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള സുരക്ഷിതത്വവും അല്ലെങ്കിൽ ക്ഷേമമൊക്കെ
ഉറപ്പുവരുത്തുക എന്ന്. ക്ഷേമം എന്ന് പറയുമ്പോൾ അത് വലിയൊരു കോൺസെപ്റ്റാണ്. അത് ഇറ്റ്സ് എ ലൈക്ക് ബ്രോഡ് കോൺസെപ്റ്റാണ്. ആ ബ്രോഡ് കോൺസെപ്റ്റിൽ വരുന്ന ഒന്നാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആക്ച്വലി. അപ്പം വിദ്യാഭ്യാസം ഇപ്പം നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അറിവ്, തിരിച്ചറിവ്, വിസ്ഡം, ലൈക്ക് നോളജ്, ഇൻഫർമേഷൻ എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ്ലി സംതിങ് അത് നമുക്ക് തരുന്നതായിട്ടുള്ള ഒരു കോൺഫിഡൻ്റ് ഉണ്ട്. നമുക്ക് തരുന്നതായിട്ടുള്ള ഒരു റാഷണാലിറ്റി ഉണ്ട്. നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ കൂടുതൽ അറിയാനാണ് ശ്രമിക്കുന്നത്. അറിയും തോറും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യും. അറിയും തോറും നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ? ഇതെന്തുകൊണ്ടാണ് ഈ ഇഷ്യൂസ് ഇന്നും 1947 ഓഗസ്റ്റ് 15 ഓഫ് കോഴ്സ് നമുക്ക് സ്വാതന്ത്ര്യം നമ്മൾ നേടിയെടുത്തു. സ്വാതന്ത്ര്യത്തിന് ശേഷം 2025 നമ്മൾ ചോദിക്കുന്നത് എന്തുകൊണ്ട് ഈ ജാതീയത എന്ന് പറയുന്നതായിട്ടുള്ള ഇഷ്യൂ ഇവിടെ ഉണ്ട്? എന്തുകൊണ്ട് എല്ലാവർക്കും കൃത്യമായിട്ടുള്ളതായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുന്നില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇന്നും ഈ ക്ലൈമറ്റ് ചേഞ്ച് പരമായിട്ടുള്ളതായിട്ടുള്ള ഇഷ്യൂസ് ആൾക്കാർ അനുഭവിക്കുന്നുണ്ട്? അല്ലെങ്കിൽ എന്തുകൊണ്ടും പഠിച്ചിറങ്ങുന്നതായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ജോബ് കൊടുക്കാൻ കഴിയാതെ ഇവരെല്ലാവരും വിദേശ രാജ്യങ്ങളിൽ പോയി അവിടെ വർക്ക് ചെയ്യേണ്ട, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ പോയി വർക്ക് ചെയ്യേണ്ട ഈ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അതെന്തുകൊണ്ടാണ്? അപ്പോൾ ഇത്തരത്തിലുള്ളതായിട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് നമ്മളുടെ ഒരു ഭരണാധികാരി അദ്ദേഹം കറപ്റ്റഡ് ആണോ? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ളതായിട്ടുള്ള സിസ്റ്റം ഇവിടെ നിൽക്കുന്ന എന്നുള്ളതായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് വേണം? നമുക്ക് അറിവ് വേണമെങ്കിൽ നമ്മൾ റാഷണലായിട്ട് ചിന്തിക്കണം. നമ്മൾ റാഷണലായിട്ട് ചിന്തിക്കുകയും നമ്മൾ ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും നമ്മളെ അതിനെ ലൈക്ക് സഹായിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അത്തരത്തിൽ ഉള്ളതായിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് നമ്മളെ എത്തിക്കുന്നത് എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. അപ്പോൾ ആ വിദ്യാഭ്യാസം തന്നെ നിങ്ങൾ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസം തന്നെ ആ വിദ്യാഭ്യാസത്തിന് വേണ്ടുന്നതായിട്ടുള്ള കുറേ, ഇപ്പം നമ്മൾ പഠിക്കുന്ന സമയത്തെല്ലാം ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെല്ലാവരും വിവിധ തരത്തിലുള്ളതായിട്ടുള്ള സ്കോളർഷിപ്പിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടേതായിട്ടൊരു വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്തത്. അപ്പം ഇത്തരത്തിലുള്ളതായിട്ടുള്ള ഒരു കാലത്തെ ഒരു ട്രെൻഡായിരുന്നു നമ്മുടെ സ്കോളർഷിപ്പുകൾ കട്ട് ചെയ്യുക എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള ലൈബ്രറിയിൽ നമുക്ക് കുറേ ജേണൽസ് ആയാലും ശരി, ബുക്സും അങ്ങനെ ഇതെല്ലാം ആക്സസ് ചെയ്യാനായിട്ടുള്ളൊരു സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് റീഡിങ് മെറ്റീരിയൽസ് നമ്മുടെ ലൈബ്രറി വൈഫൈ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇന്ന സോഴ്സുകളിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള രീതിയിലുള്ളതായിട്ടുള്ള ഒരു പ്രശ്നവും 2018, 19, 20 കാലഘട്ടങ്ങളിൽ നമ്മൾ അഭിമുഖീകരിച്ച പ്രശ്നമാണ്. ഇപ്പം UGC തീർച്ചയായിട്ടും ഈ ഗ്രാൻറ്റുകൾ, ഇപ്പം സ്കോളർഷിപ്പുകൾ വർദ്ധിപ്പിക്കുന്നില്ല. ഇതിനെതിരെയൊക്കെ നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റികൾക്കുള്ളിൽ നടക്കുന്നതായിട്ടുള്ള ജാതിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, സ്കോളർഷിപ്പ് പരമായിട്ടുള്ള പ്രശ്നങ്ങൾ, വെള്ളമില്ലാത്തതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ട്? നമ്മളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് പ്രൊമോട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളതായിട്ടുള്ള ബേസിക് അമ്യൂണിറ്റീസ് എന്ന് പറയും. ഈ ബേസിക് അമ്യൂണിറ്റീസ് നൽകേണ്ടത് ആരാണ്? സ്റ്റേറ്റിൻ്റെ ധർമ്മമാണ് ഇത്തരത്തിലുള്ളതായിട്ടുള്ള ബേസിക് അമ്യൂണിറ്റീസ് നൽകേണ്ടത്. ആ ബേസിക് അമ്യൂണിറ്റീസ് പോലും നൽകാതെ, അല്ലെങ്കിൽ നിലനിൽക്കുന്നതായിട്ടുള്ള അത്തരത്തിലുള്ളതായിട്ടുള്ള അമ്യൂണിറ്റീസിനെ കട്ട് ചെയ്യുന്ന ഒരു പ്രവണതയിലേക്ക് നമ്മളുടെ രാജ്യത്തെ സംവിധാനം മൂവ് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്കതിൽ ഭയങ്കര വിഷമമാണ് ഉള്ളത്. കാരണം ഒരു രാജ്യമെന്ന് പറയുന്നത് എപ്പോഴും അവിടുത്തെ ജനങ്ങളാണ്. ആ ജനങ്ങൾ ആ ജനങ്ങളുടെ സുരക്ഷിതത്വം, അതായത് നമ്മൾ എക്സ്റ്റേണൽ ത്രെട്ടിൽ നിന്ന് ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയും ഒപ്പം തന്നെ ആ ജനങ്ങൾക്ക് വേണ്ടുന്നതായിട്ടുള്ള ഇപ്പം എത്ര പേരാണ് പഠിച്ചിട്ട് നമ്മുടെ നാട്ടിൽ നിൽക്കുന്നത്? ഒരുപാട് വിദ്യാർത്ഥികൾക്ക്, ഇപ്പം ഞങ്ങളുടെ കൂടെ തന്നെ കുറേ ആൾക്കാർക്ക് ഇപ്പം PhD ഉണ്ട്. ഇതിപ്പം ഞാനിപ്പം നിലനിൽക്കുന്ന മാത്രം ഗവൺമെൻറ്റിതായിട്ടുള്ള ഒരു ഇഷ്യൂ അല്ല. നമ്മൾ 47, 48, 49, 50 അല്ലെങ്കിൽ 60 കാലഘട്ടമൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു സംഭവമാണ്. രാജ്യത്തിൻ്റേതായിട്ടുള്ള ഒരു റീകൺസ്ട്രക്ഷൻ. 60 മാറി, 70 മാറി, 80 മാറി,
90 2025 നമുക്ക് ഇന്ന് നമ്മൾ ഡെവലപ്പിംഗ് വേൾഡിൽ തന്നെ നിൽക്കുന്നു. അത് വേറൊരു സംഭവം. രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള സംവിധാനമില്ല. തൊഴിലില്ലായ്മ എന്ന് പറയുന്നതായിട്ടുള്ള വലിയൊരു ഇഷ്യൂ ആണ്. എത്ര എടുത്താണ് നമ്മൾ മൈഗ്രേറ്റ് ചെയ്ത് നമ്മൾ പോയി ജോലി ചെയ്യേണ്ടതായിട്ടുള്ളൊരവസ്ഥ. അപ്പോൾ അങ്ങനെ മൈഗ്രേറ്റ് ചെയ്യപ്പെടുമ്പോഴത്തേക്കിന് ഉണ്ടാകുന്നതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. കാലാവസ്ഥപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഭക്ഷണപരമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഇതൊന്നും ഇതൊക്കെ കൃത്യമായിട്ട് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും ശരി, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ആയാലും ശരി, ഇതിന് വേണ്ടുന്നതായിട്ടുള്ള നമ്മളിലുള്ള ടാലൻസ് ഇവിടെ തന്നെ നിലനിർത്താനായിട്ട് വേണ്ടുന്നതായിട്ടുള്ള സംവിധാനം അപ്പം ചോദിക്കും ഇല്ലയോ എന്ന് ചോദിക്കും. പോളിസീസ് ഉണ്ട്, മെക്കാനിസംസ് ഉണ്ട്, വിവിധ സ്റ്റേറ്റ് കമ്മീഷൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിലുപരിയാണ് നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്, അതിലുപരിയാണ് നമ്മുടെ എഡ്യൂക്കേറ്റഡ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവരെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് വേണ്ടുന്നതായിട്ടുള്ള സംവിധാനം നമ്മൾ കൊണ്ടുവരണം. ഒന്ന്. രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സംബന്ധപരമായിട്ടുള്ളതായിട്ടുള്ള കറപ്ഷൻസ് നമ്മൾ മാറ്റണം തീർച്ചയായിട്ടും. കാരണം ഇവിടുത്തെ പ്രശ്നം ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിക്കുമ്പോഴും ഞാൻ പറഞ്ഞു, ഇപ്പം നമുക്കൊക്കെ കൂടുതൽ അറിവുകൾ വന്നാലല്ലേ നമ്മൾ ചോദ്യം ചെയ്യത്തുള്ളൂ. അപ്പം നമ്മളെപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കണം, നമ്മളെപ്പോഴും ഫൂളായിട്ടിരിക്കണം എന്ന് കുറേ ആൾക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും നിങ്ങൾ നമ്മുടെ ഇന്ത്യയിലൂടെ ഒന്ന് യാത്ര ചെയ്യൂ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം നമ്മളുടെ നേഷൻ റാഷണലായിട്ട് പുരോഗതി നേടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ജനങ്ങൾ എത്രയേറെ പുരോഗതി നേടിയിട്ടുണ്ടെന്ന് എത്ര പേർക്ക് ഇപ്പം ഈ മൗലിക അവകാശങ്ങളെ പറ്റിയിട്ട് അറിയാം? എത്ര പേർക്കറിയാം? ഒരുപാട് പേർക്കൊന്നും അറിയത്തില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദാലായാലും ശരി, അവരുടെ റൈസ് ആയാലും ശരി, അതാണ് പച്ചക്കറികൾ, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ബേസിക് സംവിധാനമാണ് അവരുടെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും പ്രൊട്ടസ്റ്റുകൾക്കും എല്ലാം അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. നമ്മളിന്ന് നേടിയെടുത്തിരിക്കുന്നതായിട്ടുള്ള പല സംവിധാനങ്ങളും ആയാലും ശരി, ഞാനിപ്പോൾ ഈ ഒരു അടച്ചിട്ട ഒരു റൂമിലിരുന്ന് ഇത്രയേറെ പ്രിവിലേജോട് കൂടി സംസാരിക്കണം എങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളുടെ പൂർവികരുടേതായിട്ടുള്ള, അല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി, ഞാൻ പോലും തെരുവിലിറങ്ങി പ്രൊട്ടസ്റ്റ് ചെയ്തതിൻ്റെ ഒരു പരിണിത ഫലമാണ് എന്നും കൂടി എന്നും കൂടി ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കുക. അല്ലാതെ ഇവിടെ ആരും രാജ്യത്തിന് എഗിൻസ്റ്റായിട്ടോ അല്ലെങ്കിൽ ദേശത്തിന് എഗിൻസ്റ്റായിട്ടൊന്നും ആരും സംസാരിക്കുന്നില്ലെന്നേ. നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് നമ്മുടെ രാജ്യത്തെ. ഇപ്പോൾ ഒരു ഒളിമ്പിക്സ് വന്നു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ഒരു ക്രിക്കറ്റ് വന്നു കഴിഞ്ഞാലൊക്കെ നമ്മളെപ്പോഴും നമ്മുടെ രാജ്യം ജയിക്കാനാണ്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് വിവിധ രീതിയിൽ പോകുന്നതായിട്ടുള്ള വിവിധ മേഖലകളിൽ പങ്കെടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ. സ്പോർട്സ് ആയാലും ശരി, മറ്റ് കൾച്ചറൽ ആസ്പെക്റ്റിലായാലും ശരി അവിടെയെല്ലാം നമ്മുടെ രാജ്യം തന്നെ മുന്നിട്ട് നിൽക്കണമെന്ന് തന്നെയാണ് ഓരോ സിറ്റിസണും ആഗ്രഹിക്കുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റേതായിട്ടുള്ള ഒരു ധാർമ്മികത എന്ന് പറയുന്നത്, രാജ്യം ഇവിടെ വസിക്കുന്നതായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടുന്നതായിട്ടുള്ള ചിന്തിക്കണം നമ്മൾ. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ളതായിട്ടുള്ള ഇഷ്യൂ വരുന്നു? എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കറപ്ഷൻ നടന്നു? ഇത്രയേറെ കുട്ടികൾ മരിക്കുകയുണ്ടായി. അത്തരത്തിലുള്ളതായിട്ടുള്ള ഒരു ഇഷ്യൂ ഇനി ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായില്ലേ? നമ്മുടെ കൂടെ ഇൻഡിപെൻഡൻസ് നേടിയ മറ്റ് പല രാജ്യങ്ങളും ഇപ്പം എവിടെയൊക്കെയോ നിൽക്കുന്നു. അപ്പോഴും നമ്മളെല്ലാം ജാതീയതയെ പറ്റിയിട്ടും എത്നിസിറ്റിയെ പറ്റിയിട്ടും പറഞ്ഞ് മനുഷ്യരെ പരസ്പരം തമ്മിലടുപ്പിച്ച് കൊണ്ടിങ്ങനെ ജീവിക്കുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ചിന്തിക്കുക. I just want to convey this thing. Thank you so much.